ഓരോ ജില്ലയ്ക്കും ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് MP അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ ഒരു ആഗ്രഹം പങ്കുവച്ചിരുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുക്കുകയാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രി വേണം എന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത്. കാസർഗോഡ് UDF നേടിയ മികച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് ഒരു മന്ത്രിസ്ഥാനം വേണം എന്നാണ് ആവശ്യം. പേര് സൂചിപ്പിക്കുന്നില്ലെങ്കിലും മഞ്ചേശ്വരം MLA ആയ AK അഷ്റഫിനായാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണം. അതായത് AK അഷ്റഫ് ഇത് നോക്കൂ, ഇത്തവണ മഞ്ചേശ്വരം ഒരു ശക്തമായ പോരാട്ടം നേരിട്ട മണ്ഡലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്കാണ് K സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. ഇത്തവണ വീണ്ടും K സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരത്തിന് വരുന്നു. പക്ഷേ SIR മുതൽ എല്ലാം മുസ്ലിം ലീഗിന് അനുകൂലമാകുന്ന സാഹചര്യമാണ് കണ്ടത്. അപ്പോൾ AK അഷ്റഫ് ഇത്തവണ K സുരേന്ദ്രനെ പരാജയപ്പെടുത്തുന്നു. രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക്. അപ്പോൾ ആ ആനുകൂല്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കാസർഗോഡിന് ഒരു പ്രാതിനിധ്യം വേണം, AK അഷ്റഫ് മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ എത്ര ക്രൂരമായിട്ടാണ് അവരോട് ഈ സർക്കാർ പെരുമാറിയത്. ആ അവഗണനയ്ക്ക് പരിഹാരമുണ്ടാക്കും. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചത്. 10 വർഷമായി ഈ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താ? ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ്, അതിനനുബന്ധമായ ആരോഗ്യ സൗകര്യങ്ങളും ഒരാൾക്ക് പോലും മംഗലാപുരത്ത് പോയി ചികിത്സ നേടേണ്ടാത്ത കാസർഗോഡ് തന്നെ ചികിത്സ ലഭ്യമാക്കും. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് VD സതീശൻ പറഞ്ഞ വാക്കുകളാണ്. ഇപ്പോൾ VD സതീശന് നിയുക്ത മുഖ്യമന്ത്രിയെ ഈ വാക്കുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കാസർഗോഡ് UDFന് വേണ്ടി വോട്ട് ചെയ്ത വോട്ടർമാർ. അപ്പം കാസർഗോഡ് ജില്ലക്കാർ മംഗലാപുരത്തേക്ക് പോയി എല്ലാത്തിനും, വിദ്യാഭ്യാസത്തിന്, ചികിത്സയ്ക്ക്, ഇക്കാര്യങ്ങൾക്കൊക്കെ മംഗലാപുരത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളത് വർഷങ്ങളായി കേൾക്കുന്ന പഴിയാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് നിയുക്ത മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. ആ മാറ്റം എവിടെ? ഞങ്ങൾക്ക് വേണം ഒരു മന്ത്രി എന്ന് പറയുകയാണ് ഇപ്പോൾ കാസർഗോട്ടുകാർ.